അഭിനേത്രിയും മോഡലും ചാനൽ ഷോകളിൽ അവതാരകയുമാണ് പാർവതി ആർ കൃഷ്ണ. ടെലിവിഷൻ സീരിയലുകളിലും ആൽബങ്ങളിലും ഹ്രസ്വചിത്രങ്ങളിലും സജീവമായിരുന്നു. ഏതാനും സിനിമകളിലും തിളങ്ങിയ പാർവതി പരസ്യചിത്രങ്ങളിലും മിന്നും താരമാണ്. നിരവധി പരമ്പരകളിലൂടെ പ്രേക്ഷക മനം കീഴടക്കിയ സുന്ദരി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും വളരെ സജീവമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജയേഷ് പത്തനാപുരത്തിൻ്റെ സൂര്യനും സൂര്യകാന്തിയും എന്ന ടെലിഫിലിമിലൂടെ പാർവതി അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്നത്. ശേഷം നിരവധി മ്യൂസിക് ആൽബങ്ങളിൽ അഭിനയിച്ച താരം കെ രാജീവ് ഒരുക്കിയ പരമ്പരകളായ അമ്മ മാനസം, ഈശ്വരൻ സാക്ഷി എന്നിവയിലൂടെയും ബൈജു ദേവരാജ് ഒരുക്കിയ രാത്രിമഴയിലൂടെയും ഏറെ ശ്രദ്ധേയ അഭിനയം കാഴ്ചവെച്ചു. സംഗീത സംവിധായകനും ഗായകനുമായ ബാലഗോപാലാണ് പാർവതിയെ വിവാഹം ചെയ്തത്. ഇരുവർക്കും അവ്യക്ത് എന്നൊരു മകൻ കൂടി ഇപ്പോഴുണ്ട്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ പാർവതിയെപ്പോലെ തന്നെ ആരാധകർ അച്ചുക്കുട്ടൻ എന്ന് വിളിപ്പേരുള്ള അവ്യക്തനുമുണ്ട്. അച്ചുവും ഒന്നിച്ചുള്ള നിരവധി വീഡിയോകളാണ് പാർവതി തൻ്റെ സമൂഹമാധ്യമ പേജിലൂടെ പങ്കുവയ്ക്കാറുള്ളത്. കഠിന കഠോരമേ അണ്ടകടാഹം എന്ന സിനിമയിൽ അടുത്തിടെ പാർവതിക്കൊപ്പം അച്ചുവും അഭിനയിച്ചിരുന്നു. അടുത്തിടെ 2 ആഴ്ച കൊണ്ട് 10 കിലോ ഭാരം കുറച്ച് പാർവതി വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അച്ഛനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് തനിക്കുണ്ടായ മെൻ്റൽ സ്ട്രെസ്സാണ് തടി കൂടാൻ കാരണമെന്നാണ് താരം വെയ്റ്റ് ലോസ് ശേഷം പങ്കിട്ട് പറഞ്ഞത്. ഭക്ഷണത്തിന് സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ കഴിയുമെന്ന ബോധ്യത്തിൽ ആ സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് ഭാരം വർദ്ധിച്ചതെന്നും നടി പറഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ കഠിനമായ ഭക്ഷണക്രമത്തിലൂടെയാണ് പാർവതി ശരീരഭാരം പഴയതുപോലെയാക്കി മാറ്റിയത്. ഇപ്പോഴിതാ ആദ്യമായി പാർവതി കുടുംബസമേതം ബിഹൈൻഡ് വേർഡ്സ് ഐസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖമാണ് വൈറലാകുന്നത്. പൊതുവെ അഭിമുഖങ്ങൾ കൊടുക്കുന്നതിനോടുള്ള മടിയുള്ള കൂട്ടത്തിലാണ് പാർവതി. മകന് അവ്യക്ത് എന്നു പേര് നൽകിയതിന് പിന്നാലെ കഥ പറഞ്ഞുകൊണ്ടാണ് പാർവതിയും ഭർത്താവ് ബാലഗോപാലും സംസാരിച്ചു തുടങ്ങിയത്. അവ്യക്ത് എന്നത് കൃഷ്ണൻ്റെ പര്യായ പദമാണ്. വെറൈറ്റി പേരായതുകൊണ്ട് സെലക്ട് ചെയ്തത്. ക്രിസ്റ്റൽ ക്ലിയർ എന്നാണ് പേരിൻ്റെ അർത്ഥം. പ്രണയിക്കുന്ന കാലത്ത് ട്രിപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. അച്ചൂട്ടൻ വന്ന ശേഷം പ്രയോറിറ്റി അവനാണ്. അവൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് വർക്ക് എടുക്കുന്നത് പോലും. കുഞ്ഞു വന്ന ശേഷം ലൈഫ് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ചോദ്യവും ഇൻ്ററാക്ഷനും ചേഷ്ടകളുമെല്ലാം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് പാർവതി പറഞ്ഞത്. ശേഷം ഭർത്താവിൻ്റെ അമ്മയുമായുള്ള തൻ്റെ അടുപ്പത്തെക്കുറിച്ചാണ് പാർവതി സംസാരിച്ചത്. പാർവതി ഷൂട്ടിനും മറ്റുമായി പോകുമ്പോൾ ബാലഗോപാലിൻ്റെ അമ്മയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. തൻ്റെ മകനെ ഏൽപ്പിച്ചു പോകാൻ അതിലും സുരക്ഷിതമായ മറ്റൊരു കരമില്ലെന്നാണ് പാർവതി പറയുന്നത്. അമ്മയുമായി ഞാൻ എപ്പോഴും അടിയാണ്. അതുപോലെ തന്നെ നല്ല സ്നേഹത്തിലുമാണ്. എൻ്റെ അമ്മയുമായും ഞാൻ ഇതുപോലെ തന്നെയാണ്. എൻ്റെ ഇമോഷൻസ് അപ്പോൾ തന്നെ മറ്റൊരാളോട് കാണിക്കുന്നയാളാണ് ഞാൻ എന്നാണ് അമ്മയെക്കുറിച്ച് സംസാരിച്ച് പാർവതി പറഞ്ഞത്.